എന്താ പ്രോബ്ലം എന്ന് എനിക്കും അറിയില്ല. റിസൾട്ട് ഹാപ്പി അല്ല എന്ന് മാത്രമേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറെ വീണ്ടും വിളിച്ചു ട്രിവാൻഡ്രം വന്നിട്ട് എന്താ പ്രശ്നം പറയൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, സാർ എല്ലാം ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. അവിടെ ഇരുന്ന ക്യാമറ അസിസ്റ്റൻറ്റും നിങ്ങൾ ഒരു ഫിൽറ്റർ എന്തെങ്കിലും ഉപയോഗിച്ചോ? ഞാൻ പറഞ്ഞു ഉപയോഗിച്ചു. ആ ഫിൽറ്റർ ഉപയോഗിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് വന്ന് വർക്ക് ചെയ്ത ക്യാമറമാനും പറഞ്ഞു. ഞാൻ ക്യാമറമാൻ്റെ പേര് പറയുന്നില്ല, ബിക്കോസ് അത് പ്രൊഫഷണലായിട്ട് എത്തിക്സ് അല്ല ഞാൻ പറയുന്നത്. ഇപ്പം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ റഷ് കണ്ടപ്പോൾ ആർക്കും തോന്നിയില്ലേ, ഔട്ട് ഓഫ് ഫോക്കസ് ആയി തോന്നിയില്ലേ എന്ന് ചോദിച്ചപ്പം അല്ല, അത് പിന്നീട് ഈ ക്യാമറമാൻ വന്നിട്ട് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് അത് തെറ്റെന്ന് മനസ്സിലായിരുന്നു. അപ്പം ഞാൻ വിട്ടു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഫിൽറ്റർ ഇനി ഉപയോഗിക്കേണ്ട. സോഫ്റ്റ് ഒരു ഗോൾഡൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് പർട്ടിക്കുലറായിട്ട് നമ്മൾ ആ ഒരു കളർ പാറ്റേണിൽ ചെയ്യാൻ മാത്രം ഞാൻ വില കൊടുത്ത് 25,000 രൂപ കൊടുത്ത്, അന്നത്തെ കാലത്തിൽ 25 ഇസ് എ ബിഗ് മണി. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഫിൽറ്ററാണ് ചെന്നൈയിൽ നിന്ന്. അപ്പോൾ ആ ഫിൽറ്റർ ഇനി ഉപയോഗിക്കാണ്ടാണ് ഞാൻ പോയ 3 ദിവസവും വിതൗട്ട് ഫിൽറ്ററാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ 2 സീൻ ചെയ്തപ്പോൾ ആ ഫിൽറ്റർ ഇടാണ്ടാണ് മാത്രം ക്യാമറ അസിസ്റ്റൻറ്റ് പറഞ്ഞു, ഞാൻ ഇട്ടില്ല. അങ്ങനെ ഫിൽറ്ററുമായിട്ട് ഞാൻ തിരിച്ചു വന്നു, ഡ്രൈവ് ചെയ്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഡൗട്ടായി, ഞാൻ പോകുന്ന ഒരു അപ്സെറ്റായത് കണ്ടിട്ട് ഒരാൾക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണം, ഈ കാറിൽ ലിഫ്റ്റ് കൊടുക്കുമെന്ന് ചോദിച്ച് കയറ്റി വിട്ടു. പിന്നെയാണ് മനസ്സിലായി ഞാൻ അപ്സെറ്റായിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ പ്രൊഡ്യൂസർ ചെയ്ത ഇതാണ് എന്ന് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ഗുരുവായൂർ പോയി തൊഴുതിട്ട് അവിടെ വെച്ച് ഞാൻ രാവിലെ ഡിസൈഡ് ചെയ്ത് ഞാൻ മലയാള സിനിമ വിട്ടു. എനിക്കൊരു ബാഡ് നെയിമായിപ്പോയി, അത് ഞാൻ ഇനി ചെയ്യുന്നില്ല. ഇനി തമിഴോ ഹിന്ദിയോ തെലുങ്കോ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വൈകിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾസ്, ഒരുപാട് മിസ് കോൾ മൊബൈലിലൊക്കെ ഉണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞ് രഞ്ജിത്ത് വിളിച്ചുകൊണ്ടിരിക്കുക, എന്താ എടുക്കാത്തതെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല ഇപ്പം വേണ്ട, പിന്നെ എടുക്കണം. അല്ല പല പ്രാവശ്യം എടുത്ത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും, ഒന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിച്ചപ്പോഴാണ് ഡയറക്ടർ രഞ്ജിത്ത് പറയുന്നത്, ഒന്നിച്ച് അഴക് കോഴിക്കോട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു, ഒരു അത്യാവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് വരണമെന്ന് ചോദിച്ചു. ഇല്ല അത് വേണ്ട, ഞാൻ വരാൻ പറഞ്ഞിട്ട് അവിടെ പോയി. അവിടെ വെച്ചാണ് ഈ ഒരു കഥ പറയുന്നത്. അതാണ് നന്ദനത്തിൻ്റെ സ്റ്റോറി. പിന്നെ നന്ദനം സ്റ്റോറി അത് സിങ്ക്രണൈസേഷൻ ആയിപ്പോയി. അവിടെ പോയി വേണ്ടാന്ന് പറഞ്ഞതുപോലെ ആ കഥ. പിന്നെ അവിടെ വെച്ച് ഞാൻ തീരുമാനിക്കുന്നു, സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. തിരിച്ചു വന്ന് ട്രിവാൻഡ്രത്തിൽ വന്നിട്ട് വൈഫ് ചോദിച്ചപ്പം ഒരു കഥ പറഞ്ഞ് നല്ല കഥയാണ്, ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആക്ടർ ദിലീപ് ഫോൺ വിളിക്കുന്നു. അഴപ്പിച്ചിട്ട് എവിടെ ഉണ്ടെന്ന്. വീട്ടിലുണ്ട്. ഒന്ന് ചിത്രാഞ്ജലി വരാൻ പറ്റുമെന്ന്. ആലോചിക്കട്ടെ, ഞാൻ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞ്. കുറച്ച് കഴിഞ്ഞിട്ട് കലാഭവൻ മണി വിളിക്കുന്നു. പിന്നെ പ്രൊഡ്യൂസർ വിളിക്കുന്നു. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു. വിളികൾ കണ്ടിന്യൂസ് വന്നപ്പോൾ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് പോലെ. അപ്പോഴും തോന്നുന്നു റിസൾട്ടിൻ്റെ പ്രശ്നമോ എന്തെങ്കിലും നമ്മൾ അറിയാതെ കേടായിപ്പോയോ എന്നോ ഡൗട്ടായിട്ട് ഞാൻ ചിത്രാഞ്ജലി പോയി. ലോഹിയേട്ടനെ കണ്ട് ദൂരത്തിൽ വെച്ച് കണ്ടപ്പോൾ ലോഹിയേട്ടൻ തലകുനിഞ്ഞ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്ത് പോയി, ലോഹിയേട്ടാ എന്ന് അഴകപ്പൻ തിരിഞ്ഞിട്ട് ഒറ്റ കെട്ടിപ്പിടുത്തം. ശരിക്ക് പുള്ളിക്കറിയായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഐ എം സോറി, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ മറ്റാൾ പറഞ്ഞത് വിശ്വസിച്ചു പോയി, എനിക്ക് ഭയങ്കര സോറി, എങ്ങനെ പറയാമെന്നറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടനെ മറന്നു. ആ പുള്ളി ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് ഒരു നിമിത്തത്തിൽ ബിലീവ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ അങ്ങനെ ലോഹിയേട്ടൻ്റെ ഓക്കെ ആയി. പിന്നെ ട്രിവാൻഡ്രത്ത് വരുമ്പോഴൊക്കെ വിളിക്കും. അങ്ങനെയാണ് ഭീഷ്മരുടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുണ്ടാക്കണം, മോഹൻലാലാണ് അഭിനയിക്കുന്നത്, അഴകപ്പൻ കൂടെ വേണം. സോ അതൊരു ബാഡ് ആൻഡ് ഗുഡ് മെമ്മറി ആയിട്ട് പോയി. നന്ദനൻ ജാനിച്ച് മുമ്പ് തന്നെ രഞ്ജിത്ത് എന്നെ ഉസ്താദിനൊരു പടത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. എൻ്റെ 85 തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് ഡയറക്ടർ രഞ്ജിത്ത്. അന്ന് ദൂരദർശനിൽ വെച്ച് പരിചയപ്പെട്ടതും അവിടുത്തെ ചെറിയ സ്കിറ്റിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. ശ്യാമപ്രസാദ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഞാനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഉസ്താദ് പോകാൻ പറ്റിയില്ല. അതിൻ്റെ റീസൺ വേറെ ഒരു പടമായിട്ട് ക്ലാഷായിപ്പോയി. അപ്പോൾ നന്ദനം പോയപ്പോൾ തന്നെ ഈ ടോട്ടൽ കമ്പോസിങ്ങിൽ തന്നെ കൂടെ ഉണ്ടാകുന്നു. രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കൂടെ
എല്ലാ സോങ്ങിലെയും കൂടെ ഇരുന്ന്. കാരണം ആ പടം ഒരു വെരി ക്ലോസ് ഫിലിമാണ്. വളരെ എന്താ പറയുക, ഒരു ചെറിയ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കഥയായതുകൊണ്ട് അത് വിഷ്വൽ കോൺസെപ്റ്റ് ഉണ്ടാകാനും ഒരു പേടിയുണ്ടായിരുന്നു. അത് എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ള ഇതുമുണ്ടായിരുന്നു. കാരണം ഒരു ഇൻഡോർ ഫിലിമായി പോയാലും ഒരു ടെലിവിഷൻ പാറ്റേൺ ആയി പോകുന്നൊരു ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. കാരണം ടെലിവിഷനിൽ പോലും ഞാൻ ഇൻഡോറിലുള്ളത് ഞാൻ ഔട്ട്ഡോർ എടുത്ത് വരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ നന്ദൻ ചെയ്തു വന്നപ്പം ആ ആക്ടേഴ്സ് പെർഫോമൻസ്, പിന്നെ അതിലുണ്ടായ സീൻസുകൾ, അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ് സ്റ്റൈല് എല്ലാം വന്നപ്പം ഒരു വീട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മൊത്തം ഫിലിം. ആ പറവൂർ മറ്റേ ഇല്ലത്തിൽ, പറവൂർ ഇല്ലെന്ന് പറയുന്ന ആ ലൊക്കേഷനിൽ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പല ലൈറ്റിംഗ് പാറ്റേൺ മാറ്റുമോ, അല്ലെങ്കിൽ ആംഗിൾ മാറ്റുക, അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ മാക്സിമം ട്രൈ ചെയ്ത് അങ്ങനെ ആ ഒരു പടം ഒരു ലൈവ്ലി ആക്കാൻ പറ്റി. ബഡ്ജറ്റ് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ചെയ്ത ഒരു പടമാണ്. പിന്നെ പാട്ടിന് മാത്രം നമ്മൾ സോങ് പിക്ചറൈസേഷൻ എന്ന് പറയുന്നത് എനിക്ക് പടങ്ങൾ ചെയ്യുമ്പോൾ ഈ സോങ് പിക്ചറൈസേഷൻ ഞാൻ വേറെ ആരെയും ക്ലാഷ് വർക്കായിട്ട് കൊടുക്കാറില്ല. കാരണം എനിക്ക് എൻ്റെ പ്രാക്ടിക്കലായിട്ട് എൻ്റെ ലേണിംഗ് പ്രോസസ്സായിട്ട് വയ്ക്കാറുണ്ട്. ഓരോ സോങ് എടുക്കുമ്പോൾ ഓരോ വിഷ്വൽ കിട്ടുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ വരുന്ന കോൺസെപ്റ്റ്, കാസ്റ്റ്യൂമിൽ വരുന്നത്, ആർട്ട് ഡയറക്ഷനിൽ വരുന്നത്, പിന്നെ ക്യാമറ മൂവ്മെൻറ്റ്, പിന്നെ കോറിയോഗ്രാഫിയുടെ സ്റ്റൈല്, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാതെ അബ്സർവ് ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് 4 പാട്ടുകളും 4 രീതിയിൽ ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിരുന്നു. രഞ്ജിത്ത് ഫ്രീഡം ഒരുപാട് തന്നിരുന്നു. അത് നോക്കിയുള്ളൂ. അങ്ങനെ ആർട്ട് ഡയറക്ടർ ബോബൻ ഉണ്ടായിരുന്നു. ഇനിഷ്യലി മൊത്തം ബോബനായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ബോബൻ മാറിപ്പോയതാണ്. അപ്പം ബോബൻ ഉള്ളപ്പം അതിൻ്റെ ഓരോരോ ഇൻറ്റീരിയറിലെ പ്രോപ്പർട്ടീസ് വരെ കൂടെ നിന്ന് ഒരു അസോസിയേറ്റ് ഡയറക്ടർ പോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ പടത്ത് ഇങ്ങനെ ഒരു വിജയം വരുമെന്ന് നമുക്കറിയത്തില്ല. ഒരു ഫിലിമും ചെയ്യുമ്പോൾ എത്രമാത്രം വിജയിക്കുമെന്ന് അറിയില്ല. പക്ഷെ നന്നാക്കണമെന്നൊരു താല്പര്യം എപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ഒരു വ്യത്യാസം കിട്ടട്ടെ പറഞ്ഞ് ആണ് ചില പാട്ടുകൾക്ക് വേണ്ടി നമ്മൾ 2 പാട്ട്, ഒന്ന് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്ത് നബിയ നായരെ വെച്ചിട്ട് ഒരു സോളോ സോങ്. കാരണം ഇതെല്ലാം ഇവിടെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം അത് റിപ്പീറ്റഡ് വിഷ്വൽസ് വരും, റിപ്പീറ്റഡ് ലൈറ്റിംഗ് വരും, റിപ്പീറ്റഡ് ആംഗിൾ വരും. ഇതൊക്കെ വരാതിരിക്കാൻ. പിന്നെ ഈ കൃഷ്ണൻ കോൺസെപ്റ്റിലൊരു എന്താ പറയുക, മിത്ത് ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട്. അത് നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോയി ചെയ്തു. ഗുണ്ടൽപേട്ടിലെ ഓപ്പൺ പ്ലേസിലാണ് ചെയ്തത്. അപ്പം അത് ഈ എല്ലാം ഒരു വൈബ്രൻ്റ് ആക്കണം. കാരണം ഇത് ഈ സബ്ജക്റ്റ് ഭയങ്കര എന്താ പറയുക, ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാനൊരു നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇറ്റ് ക്യാൻ ബി എ ബിഗ് ഫ്ലോപ്പ് ഓർ ഇറ്റ് ക്യാൻ ബി എ ഹിറ്റ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഇത് കിട്ടത്തിൽ തന്നെ അറിയാം. സോ ഒരു റിസ്കി ഫാക്ടർ ഉണ്ടായിരുന്നു ആ സ്റ്റോറി ടെല്ലിങ്ങിൽ. അത് ഓവർകം ചെയ്ത് നന്ദനം അങ്ങനെ എനിക്ക് നന്ദനം ഒരു ഭയങ്കര കമേഴ്ഷ്യൽ പോയിൻറ്റിൽ ഞാൻ രണ്ടാമത്, ഇപ്പം നമ്മൾ പണ്ട് പടങ്ങൾ അങ്ങനെയാണ് പറയുന്നത്, പാരലൽ സിനിമ, കമേഴ്ഷ്യൽ സിനിമ എന്ന്. ആക്ച്വലി എനിക്കങ്ങനെയല്ല. എനിക്ക് ഗുഡ് സിനിമ, ബാഡ് സിനിമ മാത്രമേ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം കമേഴ്ഷ്യലായിട്ട് ഒരു പടം ചെയ്യുമ്പോൾ ആളുകപ്പനെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയത് നന്ദനമായിരുന്നു. പൃഥ്വിരാജ ഫസ്റ്റ് നമ്മൾ പൂജ സമയം ആണ്. അതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇന്ദ്രജിത്ത് അറിയാം. ഇന്ദ്രജിത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു സിസ്റ്ററെ കല്യാണം കഴിച്ചത് കൊണ്ട് ഐ നോ ഹിം പേഴ്സണലി. പുള്ളിയുടെ ബ്രദറിനെ അറിയാം, പക്ഷേ പരിചയപ്പെട്ടിട്ടില്ല. അപ്പം ലൊക്കേഷനിൽ വന്ന് ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ പുള്ളിയുടെ ഒബ്സർവേഷൻ ഞാൻ നോക്കി. പുള്ളി ഇങ്ങനെ ഷോട്ട് എടുത്തു കഴിഞ്ഞാലും സൈഡിൽ നിന്നിട്ട് നമ്മളെ അബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ക്യാമറയുടെ സൈഡിൽ നിൽക്കുക, ഓരോരോ കാര്യങ്ങൾ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് സീനാണെങ്കിലും പാട്ടാണെങ്കിലും ആ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുക. അന്ന് മോണിറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര എല്ലാവരും യൂസ് ചെയ്യുന്നതല്ല. എല്ലാവരും നേക്കഡായിലാണ് ജഡ്ജ്മെൻറ്റ്. സോ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞാലും ഡയറക്ടേഴ്സും ആക്ടേഴ്സും കട്ട് പറഞ്ഞ ഉടനെ തന്നെ നോക്കുന്നത് സിനിമാട്ടോഗ്രാഫറാണ്. സിനിമാട്ടോഗ്രാഫറുടെ എക്സ്പ്രഷൻ നോക്കിയിട്ടാണ് ഓക്കെ ആണെന്നുള്ള കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ ന്യൂ ആക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സിനിമാട്ടോഗ്രാഫേഴ്സുക്ക് ഡെഫിനറ്റ്ലി ഒരു
ഇതുമുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ പൃഥ്വിരാജ് ഒന്ന് ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ ഫസ്റ്റ് ഷോട്ടിലേ ഓക്കെ, റീടേക്കേ വന്നില്ല. അപ്പം സെൻറ്റിമെൻ്റലായിട്ടും നമ്മൾ ഫീൽ ചെയ്തത് ഇറ്റ്സ് ഓക്കെ എന്ന് തന്നെ പറയണം. കാരണം ഫസ്റ്റ് ഒരു ആക്ടർ വന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോട്ട് വൺ മോറിന് പറയുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് പോകും. അത് വേണ്ടെന്ന് വെച്ചിട്ട് രഞ്ജി ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവൻ്റെ നോക്കട്ടെ ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഫസ്റ്റ് ഷോട്ട് വന്നപ്പോൾ എല്ലാവരും ക്ലാപ്സ് അടിച്ചപ്പം വി ഗോട്ട് എ കോൺഫിഡൻസ് ഈസ് ഓക്കെ. പിന്നെ ഓരോ സീൻ എടുക്കുമ്പോഴും ഓരോ പാട്ട് സീൻ എടുക്കുമ്പോൾ ഓരോരു ഞങ്ങൾ ലൊക്കേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി മാറി നിൽക്കത്തില്ല. അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിലും അബ്സർവേഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന്, ക്യാമറമാൻ എന്ത് ചെയ്യുന്നു, ആ ഡയറക്ടർ എന്ത് ചെയ്യുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, പുള്ളിയുടെ ഫേസ് നോക്കുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പുള്ളിയുടെ റൂമിൽ ഒരു ദിവസം വൈകിട്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, രാജു എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഐ എം എൻജോയിങ് എന്ന് പറഞ്ഞു. ഡയറക്ഷനിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി എന്താ അങ്ങനെ ചോദിച്ചു എന്ന് ചോദിച്ചു. അല്ല, യു ആർ അബ്സർവിങ് എവറിത്തിങ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാർ എനിക്ക് ആക്ച്വലി ഡയറക്ഷൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഡയറക്ഷനിൽ കയറാൻ ഇതും ആക്ടറായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ കയറാൻ എന്നൊക്കെ അന്ന് പറഞ്ഞ ഒരു പുള്ളിക്ക് ഓർമ്മ ഉണ്ടോ ഇല്ലയോ, ഇതാണ് പുള്ളിയുടെ റൂമിൽ വെച്ച് പറഞ്ഞത്. കാരണം എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു പുള്ളി ഡെഫിനറ്റ് ആക്ടറാവുന്നു. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്ത ചോക്ലേറ്റ് ആണെങ്കിലും, അത് കഴിഞ്ഞിട്ട് മീരയുടെ ദുഃഖം, ഓരോരോ പടങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പുള്ളിയെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈസ് വെരി ഒബ്സർവേഷൻ ഉള്ള ഒരു ആക്ടറാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഞാൻ തിളക്കം ചെയ്യാൻ കാരണം അവിടെ ഞാൻ മെഴിരണ്ടിലും ഒരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കും. മെഴിരണ്ടിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജയരാജ് അവിടെ വെച്ച് കാണുന്നത്. അതിനു മുമ്പ് ഞാൻ ജയരാജിൻ്റെ ഒരു പടം കമ്മിറ്റ് ചെയ്തിരുന്നു, ദേശാടനം, പിടിച്ച് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റാതെ പോയി ആ പടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു സിനിമക്കും വിളിച്ചപ്പോൾ ഞാൻ ബിസിയായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി വിളിക്കത്തില്ല എന്ന് വിചാരിച്ചു. ഡയറക്ടർ ജയരാജ് ഇനി എന്നെ വിളിക്കത്തില്ല, 2 പ്രാവശ്യം ട്രൈ ചെയ്ത് 2 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെഴിരണ്ടിലും ലൊക്കേഷനിൽ അദ്ദേഹം വന്നിരുന്നു. എന്നിട്ട് ഹലോ പറഞ്ഞു, പടം ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. തിളക്കം എന്നൊരു പടം തുടങ്ങാൻ പോകുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ ട്രെയിനിൽ രാത്രി വീട്ടിലേക്ക് പോയി. മോർണിംഗ് ഒരു 11 മണിയാകുമ്പോൾ പ്രൊഡക്ഷൻ മാനേജറുടെ കോൾ വരുന്നു, ജയരാജിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ വിജയകുമാറിന്. അതേ വിജയകുമാറാണ് അഗ്നിസാക്ഷിയിൽ വർക്ക് ചെയ്ത വിജയകുമാർ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പെർമിഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അതിൽ ഇഷ്യൂ ആയത്. അപ്പോൾ ആ വിജയകുമാർ ഇതിലെയും വർക്ക് ചെയ്തു. അപ്പോൾ ആ വിജയകുമാർ എന്നെ വിളിക്കുന്നു, അഴപ്പൻ എവിടെ ഉണ്ടെന്ന്, വീട്ടിലെത്തി, ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന്. ജയരാജ് സാർ ഒന്ന് വിളിച്ച് സംസാരിക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ ഒന്നേ ഉള്ളൂ, കുളിച്ച് റെഡിയായിട്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞൊരു 10 മിനിറ്റ്സ് ടൈം തരുമെന്ന്. അങ്ങനെ വിളിച്ചപ്പം പിന്നെ വിജയകുമാർ തന്നെ എന്നെ വിളിച്ചു, ഈ പടം വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഏത് തിളക്കം. അപ്പം ഞാൻ എന്ത് പറ്റി, വേറെ ക്യാമറാമാനിൽ, തമിഴ് ക്യാമറാമാനിൽ വരുന്നത്, എന്താ പറ്റിയെന്ന്. അത് ഒരു ഇഷ്യൂ ആയിപ്പോയി. എയർപോർട്ടിലിരുന്ന് കോയമ്പത്തൂർ എയർപോർട്ട് വരെ വന്നിട്ട് നമ്മളെന്തോ കൊടുത്ത വെഹിക്കിൾ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പിണങ്ങി. പുള്ളി ഇനി പടം വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഷോക്കായിപ്പോയി ഞാൻ. അങ്ങനെ ഒരു ക്യാമറമാൻ പറയുമോ? ക്യാമറമാൻ ആരും അങ്ങനെ പറയാറില്ലല്ലോ. ഒന്ന് ഇവിടെ സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞ്, ഇല്ലല്ല ഇത് ഇമ്മീഡിയറ്റായി തുടങ്ങണം, എല്ലാ ഡേറ്റും റെഡിയാണ്, നിങ്ങൾ വന്ന് വർക്ക് ചെയ്യണമെന്ന്. ഞാൻ വന്നിട്ട് ഒരു പടം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ കഥ കേട്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞ്, ഈ കഥ എങ്ങനെ കേൾക്കാൻ പറ്റും, ഫോണിൽ കേട്ടാൽ ശരിയാവില്ലല്ലോ, നേരിട്ട് വരണ്ട. വന്നിട്ട് കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കഥ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രോസ്പെറസ് വേണ്ടിയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിയെന്ന് ഒറ്റപ്പാലം വീണ്ടും പോയി. 3ാമത്തെ ദിവസം വന്ന് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി അടുത്ത ദിവസം അവർ തന്നെ ട്രെയിൻ ടിക്കറ്റ് എടുത്തുനിന്ന് തിരിച്ചു പോയി. അപ്പോൾ ഈ കഥ ഫുള്ളായിട്ട് പുള്ളി പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലാണ് ഈ പടം മൊത്തം ഒരു ഹ്യൂമർ ഉണ്ടെങ്കിലും ജയരാജിൻ്റെ ഒരു സ്റ്റൈലായിരിക്കും ദേശാടന
പിന്നെ അതിൻ്റെ ഫോളോ അപ്പ് കുറേ പടങ്ങൾ വന്നില്ല. ആ പടം പോലെ ഇരിക്കും വെച്ചിട്ട് എൻ്റെ മനസ്സിൽ ഒരു ലോ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു പടമായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിലീപ് വരുന്നത്. അഴപ്പണ ഇത് കഥയൊക്കെ കേട്ടോന്ന് കേട്ടോ. ഞാൻ കേട്ടു നമ്മൾ പൊളിക്കണമെന്ന് കളർഫുള്ളാക്കണമെന്ന്. അപ്പം ഞാൻ ആലോചിച്ച് രണ്ടുപേരുടെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് സ്റ്റൈലായിരുന്നു. അപ്പോൾ എന്താ ഒരു കൺഫ്യൂഷൻ. പിന്നെ സ്ക്രിപ്റ്റ് റൈറ്ററുണ്ട്. അപ്പം ജയരാജ് വന്ന് അഴപ്പൻ ഒരു കഥ ഒരു സ്ക്രിപ്റ്റ് കേട്ടോളാൻ പറഞ്ഞിട്ട് അങ്ങനെ റാഫി മെക്കാഡിയൻ സ്ക്രിപ്റ്റ്. ആ കഥ കേട്ടപ്പോൾ മൊത്തം വേറെ ഒരു മൂഡാണ്. അപ്പം എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. ഇത് ഏത് തരത്തിലാണ് ജയരാജ് സ്റ്റൈലിൽ ചെയ്യണോ അല്ലെങ്കിൽ ഒരു ഹ്യൂമർ സ്റ്റൈലിൽ. പെട്ടെന്ന് ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഇല്ലാതെ വന്ന് ജോയിൻ ചെയ്ത പടമാണ്. ഇമ്മീഡിയറ്റായി ഞാൻ ചില ഡിസിഷൻ അവരുടെ അടുത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളർ പാറ്റേൺ ചെയ്യട്ടെ, ഇത് അങ്ങനെ ആയിക്കോട്ടെ, ഇതിങ്ങനെ ആയിക്കോട്ടെ എന്ന് പല സജഷൻസ് കൺഫ്യൂഷൻ കൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പെട്ടെന്ന് റാഫി മെക്കാഡിയൻ പറഞ്ഞ് ഈ ഒരു മൂഡ് മതിയെന്ന്. അങ്ങനെയാണ് ആ തിളക്കത്തിൻ്റെ ഒരു മൂഡ്, ഒരു കളർ പാറ്റേൺ എല്ലാം അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത് ഇൻസ്റ്റൻ്റായി. അങ്ങനെ ഒരു പടത്തിന് ഞാൻ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ സാറേ സാറേ സാമ്പാറേ എന്നൊരു പാട്ട് വന്നപ്പം ഇതിൻ്റെ മൊത്തം യൂഷ്വൽ പിക്ചറൈസേഷൻ വേണ്ടാൻ പറഞ്ഞിട്ട് ജിമി ജീപ്പ് എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. ജിമി ജീപ്പ് അപ്പം കേരളത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല. കണ്ണെഴുതിയും പൊട്ടു തൊട്ട് ആ പടത്തിലെയാണ് അക്കേല ക്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ട് ടി കെ രാജീവ് കുമാർ. പിന്നെ ജിമ്മി ജീപ്പ് എനിക്ക് ഓർമ്മയില്ല ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് ആരും എടുക്കാറില്ലായിരുന്നു അന്ന്. കേരളത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ഞാൻ സുജാത ഫിലിംസിലെ നമ്മുടെ മോഹൻലാൽ സാറുടെ ഫാദർ ഇൻ ലോ വിളിച്ചു. അപ്പോൾ എൻ്റെ തുടക്കകാലത്തിൽ അവിടെ നിന്നാണ് ഞാൻ ക്യാമറ ചെയ്തിട്ടുണ്ട് തമിഴ് പടങ്ങൾക്ക്. അപ്പം ഞാൻ പറഞ്ഞ് ബാലയ്യ സാറിന് ഞാൻ അഴകപ്പനാണ്, എനിക്കൊരു മലയാള പടം ചെയ്യണം, ജിമി ജീപ്പ് വേണം, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് മലയാളത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു പാറ്റേണിൽ ആ പാട്ട് ചെയ്താലേ നന്നാവും, നിങ്ങൾ എടുത്തോളൂ, ബാറ്റ കൊടുത്താൽ മതി, വാടക പിന്നെ നമുക്ക് സംസാരിക്കാൻ പറഞ്ഞിട്ട് അതൊരു കോൺഫിഡൻറ്റ് കിട്ടി. കാരണം ഇത് വേറൊരു മൂഡുണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ടാണ്. പിന്നെ അത് സോങ് എനിക്കൊരു പെണ്ണുണ്ടെന്ന് പാട്ട്, എൻ്റെ കോൺസെപ്റ്റ്, കളർ പാറ്റേൺസ് എല്ലാം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ജയരാജിട്ട് ഇത് ചെയ്താൽ ഓക്കെ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞ അഴപ്പൻ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അങ്ങനെ ആ പാറ്റേൺ സായി എന്ന് പറഞ്ഞ ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ വിളിച്ച് പ്രോപ്പർട്ടിയും ഇതും സെയിം കളർ ടോണിൽ ചെയ്യാമെന്ന്. കാരണം മലയാള പടത്തിലെല്ലാം കോൺട്രാസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രീൻ കോസ്റ്റ്യൂം ഇടത്തില്ല, റെഡ് വരുന്ന ഏരിയയിൽ റെഡ് കോസ്റ്റ്യൂം ഉണ്ടാവില്ല, യെല്ലോ ഇടത്തില്ല. കാരണം ഇതൊരു ഫ്യൂജ് ഉണ്ടാക്കിയ ഒരു ബ്രോഷർ കണ്ടിട്ടാണ് എനിക്ക് ഐഡിയ തോന്നുന്നത്. ഫ്യൂജി ഫിലിം ഇൻ്റർനാഷണൽ മാഗസിനിൽ ഒരു സെയിം കളർ പാറ്റേൺസ് വെച്ചിട്ട് പ്രോപ്പർട്ടി, കോസ്റ്റ്യൂം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് എല്ലാം പല കളർ, ഒരേ കളർ പാറ്റേൺ ആണ്, പക്ഷേ ലൈറ്റിങ്ങിൽ വന്നിട്ട് അത് ഡിഫറൻസ് ചെയ്തിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി അത് ഡിഫറൻസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ഫോട്ടോഗ്രാഫി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പം ആ കോൺസെപ്റ്റ് ഫോട്ടോ കാണിച്ചപ്പോൾ എല്ലാവരും ഇമ്പ്രഷനായി. അങ്ങനെ നമ്മൾ ആ ഒരു കളർ പാറ്റേൺ വെച്ചിട്ടാണ് അതിൽ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പിന്നെ ഹ്യൂമർ വർക്ക് ചെയ്യാൻ ഏറ്റവും ടഫ് വന്ന് ഡെഫിനറ്റ്ലി സീരിയസെക്കാട്ടിലും ഹ്യൂമർ സീൻസാണ്. കാരണം ഈ ആക്ടേഴ്സ് വന്നിട്ട് കൺട്രോൾ ഔട്ട് ഓഫ് പോകുന്ന സമയമുണ്ടാവും. അപ്പോൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന സിനിമോട്ടോഗ്രാഫർ ഭയങ്കര കെയർഫുള്ളായിട്ട് ഓരോ ഷോട്ടിലും നമ്മൾ കെയർഫുള്ളായിരിക്കണം, അതിൻ്റെ സ്പേസ് വിട്ടിരിക്കണം, അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ് അത്. കാരണം ക്യാമറയ്ക്ക് വേണ്ടി അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആ പടം ചെയ്ത് തിളക്കം ഒരു സക്സസ് ആയിരുന്നു. അത് മാത്രമല്ല, ഞാൻ ഈസ്റ്റ്മെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്യൂജി ഫിലിം അന്നത്തെ കാലത്തിൽ ആരും ഉപയോഗിക്കാറില്ല. ഫ്യൂജി ഫിലിം വില കുറവാണ്, പിന്നെ അതിൻ്റെ ബേസ് കളർ ആർക്കും ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇല്ലെങ്കിൽ വളരെ ലോ ബഡ്ജറ്റ് ഫിലിമിക്കാണ് ഫ്യൂജി ഫിലിം ഉപയോഗിക്കാറുണ്ട്. ഞാനത് നിർബന്ധമായിട്ട് ഫ്യൂജി തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ആ ഫ്യൂജിയിലെ ഒരു പുതിയ ടോൺ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് അന്നത്തെ കാലത്തിൽ. അന്ന് DA സിസ്റ്റം ഇല്ലല്ലോ, 3 കളറേ ഉള്ളു, റെഡ്, ബ്ലൂ, ഗ്രീൻ. പിന്നെ അത് തിരിച്ച് പ്രിൻ്റ് ചെയ്യുമ്പോൾ മെജന്ത, ഇൻഡിഗോ, യെല്ലോ, ഈ 3 കളറ് വെച്ച സിയാൻ, ഇൻഡിഗോ, ഇത് മെജന്ത, ഈ 3 കളർ പാറ്റേണാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അത് സ്ക്രീനിൽ വരുമ്പോൾ ആ കളർ പാറ്റേണിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഓരോരോ ഫോട്ടോഷോപ്പ് പോലെ ചെയ്യാൻ പറ്റാത്ത ഒരു കാലമായതുകൊണ്ട് ലൊക്കേഷനിൽ തന്നെ
അത് പെർഫെക്ഷൻ ചെയ്യണം. അതിൻ്റെ കളർ കോമ്പിനേഷൻ, അതിൻ്റെ എക്സ്പോഷർ, അതിൻ്റെ ലെൻസിങ്, എവറിത്തിങ് ഷുഡ് ബി ഓൺ സ്പോട്ട് ഇംപ്രവൈസേഷൻ ആയിരിക്കും ആ പടത്തിൽ. അതിനുവേണ്ടി ആ കളർ കിട്ടാൻ വേണ്ടി ലൈറ്റിങ് ആംഗിൾസ് വരെ, ഇപ്പോൾ ഔട്ട്ഡോറാണ് മൊത്തം പാട്ട്. അപ്പോൾ ഔട്ട്ഡോറിൽ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യും. ഈ കളറ് 3 കളറ് ഞാൻ കൊണ്ടുപോയിട്ട് നോക്കും. 11 മണിക്ക് ലൈറ്റ് എങ്ങനെയാണ് യെല്ലോ കിട്ടുന്നത്, 2 മണിക്ക് എങ്ങനെ യെല്ലോ കിട്ടുന്നത്, മോർണിംഗ് യെല്ലോ, ഈ യെല്ലോ എങ്ങനെ കിട്ടും, ഈ 3ഉം കൊണ്ടുപോയി അതിൽ പോയി നിന്ന് ഞാൻ എൻ്റെ അസിസ്റ്റൻസിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അത് പ്രിൻ്റ് വന്ന ശേഷമാണ് ആ ലൊക്കേഷനൊക്കെ തീരുമാനിച്ചത്. തിളക്കം ഒരു ഭയങ്കര വൈബ്രേഷൻ ഉണ്ടായിരുന്നു ആ ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ. എല്ലാ ആക്ടേഴ്സും ഹ്യൂമറും ഉണ്ട്, അതിലൊരു എമോഷണൽ ഫീലിങ്സും ഉണ്ട്. പക്ഷേ എമോഷണൽ ചെയ്യുമ്പോൾ ഹ്യൂമർ തന്നെ നമുക്ക് മനസ്സിൽ വരും. അങ്ങനെയാണ് ഇതിൻ്റെ. ഇവൻ നെടുമുടി ചേട്ടൻ ഇത്ര സീരിയസ് ആയിട്ടുള്ള ആക്ടർ പോലും അതിലൊരു ഹ്യൂമറുടെ കൂടെ ഫുള്ളി നിന്ന് കൊടുത്ത് അതിൽ ആ സീനിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചില സിറ്റുവേഷൻസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ക്യാമറ കുറച്ചുകൂടെ ലിബറലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി വരും. മറ്റേ ഒരു പെർഫെക്റ്റ് ഇത് തന്നെ ചെയ്യണമെന്ന് ആക്ടേഴ്സ് കൂടുതൽ ഇംപ്രവൈസേഷൻ ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പാടില്ല സിനിമാറ്റോഗ്രാഫേഴ്സ്. ഹ്യൂമർ ചെയ്യുമ്പോൾ, സീരിയസ് ചെയ്യുമ്പോൾ അത് സിനിമാറ്റോഗ്രാഫേഴ്സൊക്കെ അവകാശമുണ്ട്. യു സ്റ്റേ ദെയർ, യു കം ഫ്രണ്ട്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഹ്യൂമറിൽ കുറച്ച് വിട്ട് ലിബറേഷൻ കൊടുത്തേ പറ്റും. ജഗതി ചേട്ടൻ ഒരു ദിവസം ഒരു കിണറ്റിലിരുന്ന് പൊന്തി വരുന്ന ഷോട്ടുണ്ട്. അപ്പോൾ എന്നെ സിഗ്നൽ വിളിച്ചു, അഴകപ്പൻ ക്യാമറ കട്ട് ചെയ്യേണ്ട, ജയരാജ് പറഞ്ഞാലും അഴകപ്പൻ കട്ട് ചെയ്യരുത്, ഫിലിം ലാഭിക്കാൻ വേണ്ടി പുള്ളി പറയും, പക്ഷേ നിങ്ങൾ കട്ട് ചെയ്യരുത്. എന്താ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഒരു കാര്യമുണ്ട്, അത് കട്ട് ചെയ്യേണ്ട, അസിസ്റ്റൻസിനും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അസിസ്റ്റൻറ്റ് ചെവിയിൽ പറഞ്ഞ് കട്ട് ചെയ്യരുത്, ഇത് ജഗതി ചേട്ടൻ ഇംപ്രവൈസേഷൻ ഉണ്ടെന്ന്. അങ്ങനെ എല്ലാവരും ആ സീൻ എടുക്കുന്ന കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ജഗതി ചേട്ടൻ പൊന്തി വരുന്നു. ഇങ്ങനെ ഒരു ബക്കറ്റുമുണ്ട്, ജഗതി ചേട്ടൻ ഇങ്ങനെ പൊന്തി വന്നിട്ട് ജയരാജ് ഉടനെ കട്ട് പറഞ്ഞു. കട്ട് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തില്ല. ഇമ്മീഡിയറ്റായിട്ട് ഇതിൻ്റെ വായിലിരുന്ന് കംപ്ലീറ്റ് മീനുകൾ ചാടുന്നു ലൈവ്. അത് ഉള്ളിൽ കുറച്ച് പിടിച്ചു വെച്ച് അവിടെ താഴെ പുള്ളി റെഡിയാക്കി വെച്ചിരുന്നു. ആർക്കറിയില്ല, എനിക്കറിയില്ല മീനാണ് വരുന്നത്. അങ്ങനെ ജയചേട്ടൻ്റെ ഒരു സ്പോട്ട് കൊണ്ടുപോയി ഞാൻ ക്യാമറ വിട്ടുപോയി. ആക്ച്വലി അന്ന് IPSൽ നിന്ന് ക്യാമറ എടുക്കാൻ പാടില്ല, ഫോഗായി പോകും ഫിലിം. കാരണം ഈ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എനിക്ക്. അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നതുകൊണ്ട് ഞാൻ കൈ വെച്ച് IPS ക്ലോസ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ജയരാജ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന്. കാരണം നമുക്ക് ആർക്കും അറിയില്ലല്ലോ ഇങ്ങനെ ഒരു ഹ്യൂമർ ചെയ്യാൻ പോകുന്നത്. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജഗതി ചേട്ടനെ പോലെ ഒരു ആളുടെ ഇംപ്രോ എന്ന് പറയുന്ന സംഭവം, സ്പോട്ട് ഇംപ്രോ, അത് എക്സലൻറ്റ്. പിന്നെ ഹരിശ്രീ അശോകൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ കല്യാണ സീനിലെ മുണ്ട് ഊരിപ്പോകുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് രാവിലെയാണ് ഹരിശ്രീ അശോകൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്താണ് സീക്വൻസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനൊരു ചെറിയ സജഷൻ പറഞ്ഞു ഹരിശ്രീ അശോകൻ്റെ. മുണ്ട് എടുത്തിട്ട് വരുമ്പോൾ നമ്മുടെ ദിലീപ് ഓടിപ്പോകുമ്പോൾ മുണ്ട് ഊറിയിട്ട് പോകുന്നു. അതല്ലേ നേരത്തെ ചെയ്ത്, അതല്ല, ഉള്ളിൽ പാൻറ് ഇട്ടിരിക്കും, നിങ്ങൾ ഒരു റിയാക്ഷനില്ല, അത് നടന്നു പോകണം, ആറ്റും പറയണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ചെയ്ത് നോക്കാൻ. അങ്ങനെ ജയരാജിൻ്റെ ചെവിയിൽ മാത്രം പോയി പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, ചെയ്യാവാന്ന്. അപ്പോൾ ജയരാജ് ട്രൈ ചെയ്യാൻ ചിരി വരുമോ എന്ന് ചോദിച്ചു. ട്രൈ ചെയ്യാൻ. അതേപോലെയാണ് ഹരിശ്രീ അശോകൻ വൈഫിൻ്റെ കൂടെ നടന്നു വരുമ്പോൾ ദിലീപ് ഓടി വന്നിട്ട് മുണ്ട് പറിച്ച് ഓടിപ്പോവും. ഹരിശ്രീ അശോകൻ മുണ്ട് അതിൻ്റെ ഒരു റിയാക്ഷനിൽ അത് കൂലായിട്ട് നടന്നു. തിയേറ്ററിൽ ഭയങ്കര പൊട്ടിച്ചിരിക്കുന്ന ഒരു സീനായിട്ട്, സിമ്പിൾ കാര്യമാണ്. ബട്ട് ഇങ്ങനെ ആക്ടേഴ്സ് കൂടെ ഇംപ്രവൈസേഷൻ ചെയ്ത ഒരു പടമാണത്. ആ 3 ഫോട്ടോയിൽ ഒന്ന് ഈ ഡയന എന്ന് പറയുന്ന നയൻതാരയുടെ ഫോട്ടോ ആയിരുന്നു. എന്നൊന്ന് പത്മപ്രിയയുടെ ഒരു ഫോട്ടോ, പിന്നീട് കാഴ്ചയിൽ ആക്ട് ചെയ്ത പത്മപ്രിയ. അത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 3 നോക്കിയിട്ട് ഞാൻ ഇതെടുത്ത് സത്യേട്ടൻ പറഞ്ഞ് ഈ ഫോട്ടോ കുറച്ച് സ്പാർക്കിംഗ് ഉണ്ട്, എന്തോന്ന് സ്പാർക്കുണ്ട്, ഇവരെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. ഇല്ല, ഇവർ വന്നിട്ട് പോയതാണ്, അങ്ങോട്ട് വന്നിട്ട് തിരിച്ച് പോയി. അപ്പം ഇവിടെ ആർക്കും അധികം ഇഷ്ടപ്പെട്ടിട്ടില്ല കൂടെ ഉള്ളവർക്ക്.